ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആംസ് കോർണർ. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. പിന്നെ നമ്മൾ കളിക്കാൻ പോണേ റോബ്ലോക്സ് ആട്ടോ. അപ്പോൾ റോബ്ലോക്സിൽ നമ്മൾ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആട്ടോ ഗൈസ്. അപ്പോൾ ഈ കളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇത്തവണ നമ്മൾ ഈ കളി യൂസ് ചെയ്യാൻ പോണേ ഏലിയൻ ക്ലാസ് ആട്ടോ ഗൈസ്. അപ്പോൾ ഏലിയൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു റേഗൺ കിട്ടും. ഈ റേഗണിലാണെങ്കിൽ ഇൻഫിനിറ്റ് ആമോ ആട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാ കിഡിനും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ആദ്യമേ നമുക്ക് മരം വെട്ടി തുടങ്ങാം. ഓക്കെ, ഈ ക്ലാസ്സിന് എങ്ങാണ്ട് 100 ജെംസ് എങ്ങാണ്ടായിട്ടോ കോസ്റ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ വുഡൊക്കെ കളക്ട് ചെയ്യാം. ഈ മരവും കൂടി നമുക്ക് വെട്ടാം ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് കത്തിച്ചേക്കാം. ക്യാമ്പ് ഫയർ കത്തിച്ചില്ലെങ്കിൽ ഡിയർ നമ്മളെ രാത്രി ഒന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളിയൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വുഡ് കൊണ്ട് ഈ ക്യാമ്പ് ഫയർ കൊണ്ടുവന്നിടാം. ഓക്കെ, പിന്നെ ഗൈസ് ഈ റേഗണിൻ്റെ റേഞ്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിൽക്കണ ഒരു ബണ്ണീനാണെങ്കിൽ ഇതേ ഗൈസ് അങ്ങ് ദൂരെ നിൽക്കണ ബണ്ണീനെ വരെ കൊല്ലും ഗൈസ്. എന്നെ ഓപ്പിയാ ഗൈസ്, നിങ്ങൾ കണ്ടോ? അതേ അവിടെ നിൽക്കണ ബണ്ണീനെ വരെ ഇതേ കൊന്നു. ദേ നമുക്ക് ഈ ഫുഡ് കളക്ട് ചെയ്യാം. ഈ ബണ്ണി ഫുഡ് നമുക്ക് ആവശ്യം വരും കേട്ടോ, മറ്റേ പെൽട്രേഡർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മരം വെട്ടാം ഗൈസ്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കോൾ ഉണ്ടാവും കേട്ടോ ഗൈസ്. കോളൊക്കെ നമുക്ക് കോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാമ്പ് ഫയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതെന്താ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മരം ഒന്ന് വെട്ടി തുടങ്ങാം പെട്ടെന്ന്. ഓക്കെ, വെട്ട് വെട്ട് വെട്ട്. ഓക്കെ, നമുക്കിന്ന് മാക്സിമം കുറേ 4 കിഡിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ആദ്യത്തെ കിഡ് ഡൈനോ കിഡ്, പിന്നെ ക്രേക്കൻ കിഡ്, പിന്നെ വേറെ ഏതോ കിഡ് ആട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. ഓക്കെ, ആദ്യത്തെ എന്തായാലും ഡൈനോയ. ഈ 4 കിഡ്സിനെ നമ്മൾ സേവ് ചെയ്യണ്ടേ. ഓക്കെ, വൈസ് നമുക്കിത് ക്യാമ്പ് ഫയർ കൊണ്ടുവന്നിടാം. ഇത് ലെവൽ 2 ആവുമായിരിക്കും, അല്ല ലെവൽ 3 ആവുമായിരിക്കും കേട്ടോ. നമുക്കിനി ഫസ്റ്റ് കിഡിനെ സേവ് ചെയ്യാൻ കഴിച്ച്. ഇത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഡിയർ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല ഗൈസ്. അത് നിങ്ങൾക്കറിയാം, അത് നമുക്കറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വഴി കേട്ടോ പോകണ്ടേ. അയ്യോ ഗൈസ്, ഇച്ചിരി ലാഗ് ഉണ്ട് കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡൈനോ കിഡിനെയായിട്ട് നമ്മൾ സേവ് ചെയ്യാൻ പോണേ. ഡൈനോ അതെ, സ്ഥലം എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിനെ കൊല്ലാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ ചാടി കയറുക. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഗൈസ് നമുക്ക് ഇതിനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. അതായിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഒരു വുൾഫും കൂടി ഉള്ളൂ കേട്ടോ ഗൈസ്. നമുക്കിനി അതിനെ കൂടി കൊല്ലാം. അപ്പോഴത്തേക്ക് രാവിലെ ആയിട്ടോ ഗൈസ്. നമ്മളെ കീ ആണെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡൈനോ കിഡിന് നമ്മളിത് ഡേ 2 തന്നെ രക്ഷിക്കാൻ പോകട്ടെ ഗൈസ്. ഓക്കെ, സാക്കി കയറിക്കോ. ചെക്കനെ നമ്മൾ സഞ്ചിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഈ ചെസ്റ്റിൽ നമുക്ക് എന്താ കിട്ടണേ നമുക്ക് നോക്കാം ഗൈസ്. എന്തായിരിക്കും അവിടെ? എന്താണ് റിവോൾവറോ? കുഴപ്പമില്ല. പക്ഷെ നമുക്ക് റിവോൾവറൊന്നും അത്രയ്ക്ക് ആവശ്യമില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ റേഗണ്ണാണുള്ളത് ഗൈസ്. നമുക്ക് പിന്നെ ഈ ചെസ്റ്റിൽ നിന്ന് ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഉഫ് അതെന്നായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് ക്യാമ്പ് ഫയറിലേക്ക് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമ്പ് ഫയറിലാണെങ്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡൈനോ കിഡിനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫുഡ് അങ്ങ് കഴിച്ചേക്കാം. ഇനി അടുത്ത കിഡിനെ സേവ് ചെയ്യാൻ നമ്മൾ പോകണം ഗൈസ്. അടുത്താണെങ്കിൽ ഏതാ അടുത്ത കിഡിൻ്റെ പേരെന്താ? ക്രേക്കൻ കിഡ്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നമ്മുടെ ബണ്ണി ഫുഡ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ പെൽട്രേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാം. ഗുഡ് സാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയർ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ ഗൈസ്, സെക്കൻഡ് കിഡിനെ രക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, മരമൊക്കെ വെട്ടിയിടാം ഗൈസ്. ഈ സാപ്ലിംഗ് എന്താ ഞാൻ പിടിച്ചേക്കണേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. 15 ഐറ്റംസ് നമുക്ക് ഗുഡ് സാക്കിൽ കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അത് നല്ല കാര്യം കേട്ടോ ഗൈസ്. നമുക്കിനി വുഡ് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇനിയും കുറേ വേണം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വുഡൊക്കെ വെട്ടാട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ അടുത്ത കിഡ് ക്രേക്കൻ കിഡ് ലേസ്. അപ്പോൾ ആ കിഡിൻ്റെ അവിടെയാണെങ്കിൽ ആൽഫ വുൾഫാട്ടോ ഗൈസ്. അത് നോർമൽ വുൾഫിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും ഗൈസ്. അതിന് കുറച്ചുകൂടി ഹെൽത്ത് ഉണ്ടാവും. നൈറ്റ് ടൈം ആവാറായിട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ വുഡ് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതെ ഡിയർ ആണെങ്കിൽ വന്നു ഗൈസ്. നമുക്ക് ഈ ക്യാമ്പ് ഫയർ എങ്ങനെയെങ്കിലും ഒന്ന് ലെവൽ 4 ആക്കണം ഗൈസ്. ഡിയർ ഇപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഡിയർ എന്നെ ശല്യ ഗൈസ്. സമാധാനമായിട്ട് വുഡ് കട്ട് ചെയ്യാനും സമ്മതിക്കുള്ള. ഓക്കെ, വേഗം കട്ട് ചെയ്തോ. ഉയ്യോ
എടാ ഈ ചെക്കൻ എന്നാടാ ഡിയർ നമ്മുടെ പുറകെ വരിക. രാവിലെ ആയി ഗൈസ്. പോളവനെ ഡിയർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വുഡ് വീണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, ഡേ 3യോ? ഓക്കെ, നമുക്കിനി ഇതങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് കളക്ട് ചെയ്തേക്കാം. ഓക്കെ, കുറച്ച് വുഡും കൂടി മതി ഗൈസ്. ലെവൽ 4 ഡേ 5 ഡേ 3 ആയിട്ട് ഗൈസ്, അല്ല ഡേ 4 ആയിട്ട് ഗൈസ്. മറ്റേ കിഡിനെ സേവ് ചെയ്തുകൊണ്ട് 2x മൾട്ടിപ്ലയർ ആട്ടോ ഗൈസ്. അപ്പോൾ 2 ഡേയ്സ് വെച്ച് കൂടും. അപ്പോൾ നമുക്കിനി ഈ വുഡും കൂടി അവിടെ കൊണ്ടുവന്നിടാട്ടോ ഗൈസ്. യെസ് ഗൈസ്, ലെവൽ 4 ആയി ഗൈസ്. ഇനി നമുക്ക് ക്രേക്കൺ കിഡിനെ രക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ വഴിയാട്ടോ ഗൈസ്. നമുക്ക് അതിന് മുമ്പ് കുറച്ച് ഫുഡൊക്കെ തിന്നണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ഓടാനായിട്ട് സ്റ്റാമിന ഒന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ ഹെൽത്തൊക്കെ തീരും കേട്ടോ ഗൈസ്. അതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വഴി പോകട്ടെ ഗൈസ്. ആ വഴി പോയാലാണ് നമ്മുടെ ക്രേക്കൺ കിഡിൻ്റെ അതുണ്ടാവണേ. ഓക്കെ, ഇവിടെയൊക്കെ ഒരു കോൾ ഇരിപ്പുണ്ടല്ലോ ഗൈസ്. ഗൈസ് കുറച്ച് ലാഗുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ക്രേക്കൺ കിഡിൻ്റെ സ്ഥലം എത്തി ഗൈസ്. അതാട്ടോ ഗൈസ്. ഇവിടുത്തെ വുൾഫിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാട്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വുൾഫ്. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ഭയങ്കര ആൽഫ വുൾഫാട്ടോ ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് സെയിം ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇവരെ കൊല്ലാൻ പറ്റും. ഞാൻ ചെയ്യണ പോലെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് അവരെ എളുപ്പമായിട്ട് കൊല്ലാൻ പറ്റും. ഓക്കെ, ഒരാളിനെ കൊന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരെയും കൊന്നാൽ മതി ഗൈസ്. ഗൈസ് ഏലിയൻ ക്ലാസ് OP ഗൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ എന്നാ പെട്ടെന്ന് സെക്കൻഡ് കിഡിനെ ഇപ്പോൾ രക്ഷിക്കാൻ പോണേ. തുറക്ക് എടാ ഈസി മോനെ, സഞ്ചി കയറിക്കോ. അപ്പോൾ ചെക്കനെ നമ്മൾ ചാക്കിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെസ്റ്റിൽ നിന്ന് നമുക്ക് എന്താ കിട്ടണേ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഈ 2 കിഡിനെ കൂടി രക്ഷിച്ചാൽ മതി ഗൈസ്. സ്ട്രോങ് ഫ്ലാഷ് ലൈറ്റ്. സ്ട്രോങ് ഫ്ലാഷ് ലൈറ്റും കുഴപ്പമില്ല. ഇവിടെ നോക്കട്ടെ. എൻ്റെ പൊന്നോ, സ്ട്രോങ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ ഗൈസ്? ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡും വാരി എടുത്തിട്ടൊക്കെ അങ്ങ് പോയേക്കാം. ഫുഡ് എടുക്കാം. എടുത്തോ 15 സാക്ക് സ്പേസിലെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് എടുക്കാം. നമുക്ക് ക്യാമ്പ് ഫയറിലേക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഓക്കെ, അയ്യോ ഗൈസ്, രാത്രി ആവാറായിട്ടോ. രാത്രി ആയല്ലോ. എടാ ഓർഡറാ ഗൈസ്. ഇവിടെ വിടേണ്ട ഒരു കോളില്ലേ? ഈ കോൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ ക്യാമ്പ് ഫയറിലേക്ക് അങ്ങ് വിട്ടേക്കാം. ഓക്കെ, സെറ്റ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എല്ലാ ഫുഡ് ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ക്രേക്കൺ കിഡ് എത്തിടാ. ഇനി നമ്മൾ അടുത്ത രക്ഷിക്കാനുള്ളത് നമ്മുടെ ഏതാ? അടുത്ത നമുക്ക് സ്ക്വിഡ് കിഡിനെ ആയിട്ട് രക്ഷിക്കാനുള്ളത് ഗൈസ്. സ്ക്വിഡ് കിഡ് ഏത് വഴിയാണ്? സ്ക്വിഡ് കിഡ് ആ വഴിയാട്ടോ ഗൈസ്. സ്ക്വിഡ് കിഡിനെ നമ്മൾ ലെവൽ 5 ആക്കണം ഗൈസ്. ആക്കണം എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് വുഡൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിടാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ഫ്യൂവലാണെങ്കിൽ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിതെല്ലാം കൊണ്ട് ഈ ക്യാമ്പ് ഫയറിൽ കൊണ്ടുവന്നിടാം കേട്ടോ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. എടാ ഇനിയും കുറേ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഗൈസ് രാത്രിയായിട്ട് മറ്റേ കൾട്ടിസ്റ്റും ടീമൊക്കെ നമ്മുടെ ക്യാമ്പ് ഫയറിൽ വരാൻ പോകട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ ഫ്യൂവൽ ഇപ്പോൾ ഇറങ്ങിയത് ഗൈസ്. പിന്നെ കുറേ വുൾഫാണെങ്കിൽ നമ്മളെ കടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൾട്ടിസ്റ്റിനെ കൊല്ലാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ് ഇതും വെച്ച്. ഓക്കെ, ഇവരൊക്കെ ഞാനൊന്ന് കൊല്ലും ഗൈസ്. ലെറ്റ്സ് ഗോ. അയ്യോ ഗൈസ് ഏലിയൻ ക്ലാസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ ഓക്കെ, ഒരാളിനെ തട്ടി. ഇനി അടുത്ത ആളവിടെ. ഇവിടെ കിടന്ന് കറങ്ങുവാണോ? അയ്യോ ഗൈസ്, ലാഗായി. പക്ഷെ ലാഗൊന്നും നമുക്കൊരു വിഷയമില്ല. നമ്മളവരെ ഈസി ആയിട്ട് തട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഏത് ക്ലാസ് ഉപയോഗിച്ച് കളിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് പറയട്ടെ. ഇനി ഇതിൽ കുറേ ക്ലാസ്സുകളുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏലിയൻ ക്ലാസ്സാണ് ഉപയോഗിച്ചത്. അപ്പോൾ ബൈ.